വചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ അനന്തമായ കരുണ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിയണമേ. അമ്മേ പരിശുദ്ധ മാതാവേ, അമ്മയുടെ പുത്രൻ്റെ മഹത്വം വ്യാപരിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ആദ്യമായി ഔസേ പിതാവിൻ്റെ മരണത്തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. വചനം ഇങ്ങനെ പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം വചനം ഇങ്ങനെ പറയുന്നു. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. നമുക്ക് ആ വലിയൊരു പിതാവിൻ്റെ അനുഗ്രഹം നമുക്ക് യാചിക്കാം. സ്വർഗത്തിൽ നിന്ന് ഔസേ പിതാവിൻ്റെ വലിയൊരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കുമാറാവട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം ഈശോ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എടാ, എൻ്റെ അമ്മയെ നിനക്കറിയാമല്ലോ. അമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അമ്മ തീയ, ശരിയാണല്ലോ, അമ്മ തീയാണ്. ആ തീ ആയതുകൊണ്ടാണല്ലോ എൻ്റെ പുത്രൻ ആ അമ്മയിലൂടെ ജനിച്ചത്. സ്വർഗം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിത്വം ആയിരുന്നല്ലോ പരിശുദ്ധ മറിയം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ അമ്മയെയും എന്നെയും കൂടി ഒരാളെ നോക്കാൻ ഏൽപ്പിക്കണമെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കണം? അപ്പോഴാണ് ഞാൻ ശരിക്കും ഔസേ പിതാവിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്. ശരിക്കും എനിക്കും ഒരു പെൺകുഞ്ഞുണ്ട് അല്ലേ? പെൺകുഞ്ഞുങ്ങളുള്ള അപ്പന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ വിവാഹം ആലോചിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം നോക്കി അല്ല, ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടാണ് നമ്മുടെ കുഞ്ഞിനെ പിടിച്ച് ഒരാൾക്ക് കൊടുക്കുന്നത്. ആ കുഞ്ഞ് ആ ഭവനത്തിൽ ചെന്ന് എങ്ങനെ ജീവിക്കും, ആ കുഞ്ഞിനെ നന്നായിട്ട് പോറ്റാൻ കഴിവുണ്ടോ, അയാൾക്ക് നല്ലൊരു ജോലിയുണ്ടോ, സൗകര്യങ്ങളുണ്ടോ, കാര്യങ്ങളെല്ലാം നോക്കി മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പിടിച്ച് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും വഴിയെ പോകുന്ന ഒരാളുടെ കൈ പിടിച്ചിട്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ, സ്വർഗീയ പിതാവ് ഈ പരിശുദ്ധ അമ്മയെയും തൻ്റെ പുത്രനായ മിശിഹായെയും കൂടി ഈ നോക്കാനായിട്ട് ഫലമേൽപ്പിക്കാൻ ഒരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണമെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ചിന്തിക്കുന്ന ആളൊന്നും അല്ല ഈ ഔസേ പിതാവ്. ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പൻ ആശാരിയാണ്. അപ്പോൾ ഈ ആശാരിമാർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർ ഭയങ്കര കണക്കുകൂട്ടലിൻ്റെ വ്യക്തികളാണ്. ശരിക്കും ഭയങ്കര കണക്കുകൂട്ടലുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ഈ ഒരു പീഠം, ഒരു ഫർണിച്ചർ, ഇതെല്ലാം എക്സാക്റ്റ് ഒരു മെഷർമെൻറ്റിലാണ് പണിതിരിക്കുന്നത്. പണ്ടത്തെ വീടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉത്തരവൊക്കെ പണിയുന്ന ആശാരിമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ കണക്കിൽ ഭയങ്കര ഷാർപ്പായിരിക്കും അവർ. 1 മില്ലിമീറ്റർ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. മാറിക്കഴിഞ്ഞാൽ അത് സ്യൂട്ട് ആവത്തില്ല. അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിരിക്കും അവരുടെ പണി. അപ്പോൾ ഈശോ പറഞ്ഞത്, എൻ്റെ അപ്പൻ ആശാരിയാണ്, കണക്കുകൂട്ടലിൻ്റെ വ്യക്തിയാണ്. പണിയിൽ മാത്രമല്ല, ജീവിതത്തിലും കണക്കുകൂട്ടലിൻ്റെ ഒരു വ്യക്തിയായിരുന്നു. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിശബ്ദതയോടുകൂടി അംഗീകരിച്ച് അത് പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണ് ഔസേ പിതാവ് അല്ലേ? നമ്മളോടൊക്കെ ഇപ്പോൾ ഈശോ പറയുകയാണ്, ഇന്ന പോലെ ഒരു കാര്യം ചെയ്യും. എന്ത് കാലതാമസം കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്? ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, 10 വർഷത്തിന് മുമ്പ് കർത്താവ് ഇന്ന പോലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഔസേ പിതാവിനോട് പറയാണ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അടുത്ത സെക്കൻഡിൽ തന്നെ അത് ഏറ്റെടുക്കുകയാണ്. കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് അടുത്ത സെക്കൻഡിൽ തന്നെ പോവുകയാണ്. ശരിക്കും ഒരു ജീവിതത്തിൻ്റെ എന്തുമാത്രം പ്രതിസന്ധികൾ തരണം ചെയ്ത ഒരു അപ്പനാത്. ശരിക്കും നമ്മുടെ അപ്പന്മാരുമായിട്ട് ഞാൻ ഒന്ന് കമ്പയർ ചെയ്യുവാണ്. എൻ്റെ ഫാദറുമായിട്ട് ഞാൻ ഒന്ന് കമ്പയർ ചെയ്യുവാണ്. ഈ ഭൂമിയിലെ നമ്മുടെ അപ്പന്മാർ ഈ ആമക്കളോട് ഒരുപക്ഷെ ഒരു ഇച്ചിരി സ്ട്രിക്റ്റായിട്ടായിരിക്കും അവർ നിലപാടെടുക്കുന്നത് പല കാര്യങ്ങൾക്കും. പെൺമക്കളോട് ഭയങ്കര ലൂസായിരിക്കും ഈ അപ്പന്മാർ. ആമക്കളോട് അവർ ഇച്ചിരി സ്ട്രിക്റ്റായിട്ടായിരിക്കും നിലപാടെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഒരു നിലപാടെടുത്തെങ്കിൽ മാത്രമേ ഈ ആൺകുഞ്ഞുങ്ങളെ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഞാൻ ഓർക്കുകയാണ്, ഈ ഔസേ പിതാവ് മറിയത്തിൻ്റെ പ്രസവ സമയം അടുത്തിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു അല്ലേ? അത്രയും പിതാവ് ഏൽപ്പിച്ച വ്യക്തിയാണല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഈ അറേഞ്ച് ചെയ്ത കാര്യങ്ങളെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇതുപോലൊരു കണക്കെടുപ്പിന് വേണ്ടി ഇവർ ബത്ലഹേമിലേക്ക് വരുന്നത് ഹെറോദോസിൻ്റെ കാലത്ത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് സകല ആ ഒരു കംഫോർട്ട് സോണിനെയും ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ ഈ വയ്യാത്ത സ്ത്രീയെ വിളിച്ച് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഓരോ സത്രത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുന്നു. അവർക്ക് കൊടുക്കുന്നില്ല, പക്ഷെ പരിഭവമില്ല. ആ വ്യക്തിക്ക് ഒരു പരാതിയില്ല, ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ വേണമെങ്കിൽ മല്ലടിക്കാമായിരുന്നു അല്ലേ? ദൈവം തന്നതല്ലേ, പിന്നെ ദൈവത്തിന് നോക്കിയാൽ എന്താ കുഴപ്പം?
എന്നൊക്കെ വേണേൽ മല്ലടിക്കായിരുന്നു. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ജീവിതത്തെ മുൻപോട്ട് നയിച്ച ഒരു വ്യക്തിയാണ് ഔസേപ്പിതാവ്. എന്നിട്ട് അടുത്ത സത്രത്തിൽ പോയി മുട്ടുന്നു, അവിടെയും കിട്ടുന്നില്ല. അവസാനം വന്ന് ഒരു കാലിത്തൊഴുത്ത് മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. ഒരു കാലിത്തൊഴുത്തിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം പോലും ഇല്ലാതെ ആയിരിക്കാം ഒരുപക്ഷെ പരിശുദ്ധ അമ്മ ഉണ്ണിയെ പ്രസവിച്ചിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ഒരു പ്രസവത്തിൻ്റെ സമയത്ത് ഒരു സ്ത്രീയുടെ സാന്നിധ്യം പോലും ഒരുപക്ഷെ നിഷേധിക്കപ്പെടുന്നു. കാരണം ആ ഒരു കംഫോർട്ട് പോലും അടിച്ച് തകർക്കപ്പെടുന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അല്ലേ പുൽത്തൊഴുത്തിൽ കിടത്തിയെന്നാണ് പറയുന്നത്. ശരിക്കും ആ കിട്ടിയ സ്ഥലം കൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആവുകയാണ്, സംതൃപ്തരാകുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയൊക്കെ ചിലപ്പോൾ ദൈവം നമ്മൾക്കും അനുവദിച്ചെന്നിരിക്കാം. ചിലപ്പോൾ സൗകര്യങ്ങളെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു ഒട്ടും സൗകര്യം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളെ ജീവിപ്പിച്ചെന്ന് വരാം ദൈവത്തിന്. ചിലപ്പോൾ നല്ല വലിയൊരു മണിമാളികയിൽ നിന്ന് നമ്മളെ ഇറക്കിയ ഒരു വാടക വീട്ടിലായിരിക്കാം താമസിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നല്ല കംഫോർട്ടായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പറിച്ചു മാറ്റി അലഞ്ഞു നടക്കുന്ന ഒരു ജോലിക്കായിരിക്കാം നമ്മളെ വിടുന്നത്. ഞാനിങ്ങനെയൊക്കെ ആലോചിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഈ ഹെറോദോസ്, ഈ ജ്ഞാനികൾ കാണിച്ചൊരു മണ്ടത്തരം ഉണ്ടായിരുന്നു. അവർ നേരെ ചെന്ന് ഈ ഹെറോദോസിനോടാണ് പറഞ്ഞത്, ഇതുപോലെ ഒരു മനുഷ്യപുത്രൻ ജനിച്ചിട്ടുണ്ട്, യഹൂദന്മാരുടെ രാജാവായിട്ട് ഒരുത്തൻ ജനിച്ചിട്ടുണ്ട്, അവൻ എവിടാ ജനിച്ചത്? ശരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പാഠം ഇതാണ്, നമ്മുടെ ഈ ആത്മീയ രഹസ്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പാടില്ല ആരോടും. ആത്മീയമായിട്ട് കിട്ടുന്ന ഈ രഹസ്യങ്ങളൊന്നും നമ്മൾ ആരോടും വെളിപ്പെടുത്താൻ പാടില്ല. പക്ഷേ ജ്ഞാനികൾ ചെന്ന് അത് മൊത്തം തച്ചുടയ്ക്കുകയാണ്. തച്ചുടച്ചിട്ട് യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു എവിടെ? ഹെറോദോസിനോടാണ് ചെന്ന് ചോദിക്കണത്. അപ്പോൾ ഹെറോദോസ് ആകെ അസ്വസ്ഥനാകുക. അപ്പോൾ ഹെറോദോസ് ആ സെക്കൻഡ് മുതൽ വെറുതെ ഇരുന്നെന്ന് നമ്മൾ കരുതുമോ? ഇല്ല, അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ ഈ വലിയ വലിയ മാളികകളിലും വീടുകളിലും ഈ സത്രങ്ങളിൽ വരെ അന്വേഷിച്ചിരിക്കാം. പക്ഷേ ഒരിക്കലും കാലിത്തൊഴുത്തി വന്ന് അന്വേഷിക്കാനായിട്ട് ഒരു മൈൻഡിൽ നമുക്ക് കത്തത്തില്ല. ശരിയല്ലേ? അപ്പം ഒരുപക്ഷെ ദൈവം അവരെ ഒരു ഒരു സേഫ് സോണിലാക്കുമായിരുന്നു ഈ കാലിത്തൊഴുത്തെന്ന് പറയുന്നത്. ഇതുപോലെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിലും. ചിലപ്പോൾ ഈ മാളികയിൽ നിന്ന് ഇറക്കി നമ്മളെ വാടക വീട്ടിൽ താമസിപ്പിക്കും ദൈവം. ആ വാടക വീടെന്ന് പറയണത് നമുക്ക് സേഫാണ് അവിടെ. ഇനി വലിയൊരു ജോലി എന്ന് പറഞ്ഞ് ചെറിയൊരു ജോലിയിലായിരിക്കും ഇടുന്നത്. ഇവിടെ എന്തോ ഒരു അപകടം വരാനിരിക്കുന്നു, അതിൻ്റെ മുന്നോടിയായിട്ട് അവിടുന്ന് പറിച്ച് നമ്മളെ അവിടെ ഇച്ചിരി കംഫോർട്ട്നെസ്സിനൊക്കെ ഇച്ചിരി കുറവുണ്ടാവും. പക്ഷെ അതൊരു സേഫ് സോണാണ്, സേഫാണ് അവിടെ. പിടിയിട്ടുന്നുണ്ടോ? അപ്പോൾ അതുപോലെയാണ് ദൈവം നയിക്കുന്നത്. അപ്പോൾ ഈ ഔസേപ്പിതാവിനെയും ഇങ്ങനെ ഈ കംഫോർട്ട് സോണുകളെല്ലാം ബ്രേക്ക് ചെയ്യിപ്പിച്ച് ഒരു ഡേഞ്ചർ സോണിലാക്കി അതിലൂടെ നയിപ്പിച്ച് ഒരു സേഫ് സോണിലേക്ക് ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് പറയണത്, കുഞ്ഞിനെ എടുത്ത് നേരെ ഈജിപ്തിലോട്ട് പോ. ആ തണുത്തുറഞ്ഞ രാത്രിയിൽ 100-300 മൈൽ നടന്നാണ് പോയത്. കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി പാമ്പിൻ്റെയും തേളിൻ്റെയൊക്കെ മേലെ ചവിട്ടി നടന്നാ അക്കരെ കടന്നത്. എത്രയോ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം അല്ലേ? ചോര മണം പോലും മാറിയിട്ടില്ല കുഞ്ഞിന്. ചോര മണം പോലും മാറാത്ത ഈ കുഞ്ഞിനെ അല്ലേ ഒരു സ്ത്രീ, നമുക്കൊക്കെ അറിയാലോ, ഒരു സ്ത്രീ ഇന്നത്തെ കാലത്തൊക്കെ ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ ഒരു 4 to 6 months അവർ ബെഡ് റെസ്റ്റ് തന്നെ ആയിരിക്കും. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ അമ്മയെ എടുത്തുകൊണ്ടാണല്ലോ പോണത്. 8-10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാനാണ് പറയുന്നത് ഈജിപ്തിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം ദുരിതങ്ങൾ അനുഭവിച്ച്. ഇനി നമ്മളൊക്കെ അന്യദേശത്തൊക്കെ ജോലിക്ക് പോകാറുണ്ട്. അവിടെയൊക്കെ ചെന്നിട്ട് അല്ലേ ശരിക്കും നമുക്കിപ്പം പെട്ടെന്ന് പറിച്ച് നടുമ്പോൾ, വേറൊരു ദേശത്തേക്ക് പറിച്ച് നടുമ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ ഒന്നും അറിയില്ല. ഇവിടെ ആരെ അപ്രോച്ച് ചെയ്യണം, ഓരോ സാധനങ്ങൾ എവിടെ കിട്ടും നമുക്കറിയത്തില്ല. ഒരു ജോലിക്ക് എവിടെ അന്വേഷിക്കണം അറിയില്ല. ഭാഷ അറിയില്ല, കൾച്ചർ അറിയില്ല, രീതി അറിയില്ല, അവരുടെ നിലപാടുകൾ അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഔസേപ്പിതാവ് ഈജിപ്തിൽ കിടന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ പ്രവാസികളുടെയൊക്കെ മധ്യസ്ഥനാണ് ഈ ഔസേപ്പിതാവ് എന്ന് പറയുന്നത്. കാരണം പ്രവാസത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിയല്ലേ. എന്നിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ട് അവിടേക്ക് ഒരു ജോലിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. എന്നിട്ട് ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ എൻ്റെ അപ്പൻ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വെറുതെ തന്നിട്ടില്ല, എന്നെ നന്നായിട്ട് കഷ്ടപ്പെടാനാണ് പഠിപ്പിച്ചിരിക്കണത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നന്നായിട്ട് കഷ്ടപ്പെടാൻ പഠിപ്പിക്കും. എൻ്റെ കൈയൊക്കെ നീ കണ്ടോ, നല്ല തഴമ്പിച്ച കൈയാണ് എൻ്റെ. അതിന് കാരണം എന്നാണെന്നറിയോ, എൻ്റെ അപ്പൻ എന്നെ പണി ചെയ്ത് പഠിപ്പിച്ചതാ. ഉളിയും ചിറ്റിയൊക്കെ പിടിച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ തഴമ്പ് വന്നേക്കണത്. ഈ ഭൂമിയിലെ അപ്പന്മാരിങ്ങനെയാ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തോന്നുന്നു ഈ അപ്പന്മാരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്, നമ്മളോട് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കും. ഞാനും വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പൻ എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കണത്. എന്നെയൊക്കെ 4ാം ക്ലാസ് തൊട്ട് ഈ മനുഷ്യൻ എവിടെയെങ്കിലും ഓഫീസിലോ കാര്യങ്ങളിലോ എന്നെ കൊണ്ടുപോയിട്ട് 2ാമത്തെ പ്രാവശ്യം ഒറ്റയ്ക്ക് വിടും. 8-10 കിലോമീറ്റർ നടന്ന് ഒറ്റയ്ക്ക് ചെന്ന് ചെയ്തിട്ട് വരാൻ പറയും. ഞാനൊക്കെ അന്നൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പനെ.
ഇതെന്താ ഇങ്ങനെ വിടുന്നത്, ഒറ്റയ്ക്ക് വിടുന്നത്? പലപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ആ മനുഷ്യൻ, തല്ലിയിട്ടുണ്ട് വടിയെടുത്ത്, ചെവിക്ക് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, പലതും ചോദിച്ചിട്ട് വാങ്ങിച്ച് തരാതിരുന്നിട്ടുണ്ട്. കാരണം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് യേശു ക്രിസ്തു ജീവിച്ചിരുന്നത് എങ്ങനെയാണ്. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ് വളർന്നു വന്നത്. ജ്ഞാനത്തിലും പ്രീതിയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്കാവും വളർന്നു വന്നത്. ശരിക്കും ദൈവിക പ്രീതി എന്ന് പറയണത് നമുക്കറിയാം. ദൈവം എങ്ങനെയാണ് നമ്മളിൽ പ്രീതിപ്പെടുന്നത്? ഇതൊരു ആന്തരിക വിശുദ്ധിയുടെ തലമാണ്. ഒരു ഇന്നർ പ്യൂരിറ്റി എന്നൊക്കെ പറയും, ഹൃദയ വിശുദ്ധി എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ആന്തരികമായ ഒരു വിശുദ്ധിയുടെ തലത്തിൽ ദൈവം ഇങ്ങനെ പയ്യെ 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 വളർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്നു ബാഹ്യമായ വിശുദ്ധിയിൽ, അല്ലേ? മനുഷ്യരുടെ പ്രീതിയിൽ വളരണമെങ്കിൽ ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയേ പറ്റത്തുള്ളൂ. എങ്ങനെ കാണണം, അല്ലേ? കാണുന്ന രീതി, കേൾക്കുന്ന രീതി, ഇടപെടുന്ന രീതി, സംസാരിക്കുന്ന രീതി, സമൂഹത്തോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, കുടുംബത്തോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെയല്ലേ നമ്മുടെ ബാഹ്യ ജീവിതം എന്ന് പറയുന്നത്. സഭയോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ജനത്തോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, ഇതിലൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണല്ലോ യേശു ക്രിസ്തുവിനെ വളർത്തിയെടുത്തത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ബാഹ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തുമാത്രം ജ്ഞാനമുള്ള ഒരാളായിരിക്കണം ഔസേപ്പിതാവ്. ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്തുണ്ടോ അത് മാത്രമേ അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളേ. അതിലേ അവർ വളരത്തുള്ളൂ. നമ്മളെ കണ്ടല്ലേ വളരുന്നത്. അപ്പോൾ ഈ ഔസേപ്പിതാവ് എന്തൊക്കെ കാര്യങ്ങൾ ആ കർത്താവിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. കാരണം ഹീസ് എ കംപ്ലീറ്റ് മാൻ ആൻഡ് എ കംപ്ലീറ്റ് ഗോഡ് അല്ലേ. ഒരു സമ്പൂർണ്ണ മനുഷ്യന് വേണ്ട കാര്യങ്ങളെല്ലാം ആ മനുഷ്യനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യനായിട്ട് അത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അല്ലേ? നമ്മുടെ അപ്പന്മാരൊക്കെ നമ്മളെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അത് ആ ഒരു മോൾഡിങ് സിസ്റ്റമാണ് വരുന്നത്. ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമാണ് അത്. എനിക്ക് തോന്നുന്നു കർത്താവിന് പല കാര്യങ്ങളും നിഷേധിച്ചിട്ടുണ്ടാവാം ചെറുപ്പത്തിൽ. ആ ഒരു കംഫർട്ട് സോൺ കൊടുത്തിട്ടേ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടിസുമുറിയിൽ അവർ താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവപുത്രനല്ലേ, വലിയ മണിമാളികയിൽ താമസിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലേ? ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ നടുവിൽ, ഒത്തിരി വൈദ്യന്മാരുടെ നടുക്കൊക്കെ പ്രസവിച്ചിട്ടാൽ മതിയായിരുന്നല്ലോ. അമ്മയൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇത് കാലിത്തൊഴുത്തിൽ ജനിച്ചു വീഴുന്നു, സകല കഷ്ടപ്പാടുകളും സഹിക്കുന്നു. ഇങ്ങനെയൊക്കെയല്ലേ പോണത്. ഇനി ദൈവത്തിൻ്റെ പ്രീതിയിൽ വളർത്തിയെടുക്കണമെങ്കിൽ ആന്തരികമായ വിശുദ്ധിയാണ്. ദൈവത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിൻ്റെ പ്രീതിക്ക് കാരണമാകുന്ന ആന്തരിക വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത് ആന്തരിക വിശുദ്ധി ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. ദൈവത്തെക്കുറിച്ചൊരു ജ്ഞാനം ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. അങ്ങനെ വളർത്തിയെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇന്നൊക്കെ നന്ദി പറയുന്നുണ്ട്. കാരണം ഇന്നെൻ്റെ അപ്പം മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പൻ എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയുന്നത്. അപ്പൻ ആരായിരുന്നെന്ന് അറിയണത്. അല്ല, ഇന്ന് ഞാൻ 3 പിള്ളേരുടെ അപ്പനാ. ഇപ്പോഴാണ് ശരിക്കും അപ്പൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ അപ്പൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്, നമുക്ക് അപ്പൻ നഷ്ടപ്പെടുമ്പോഴാണ് അപ്പൻ എന്താണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരപ്പൻ, അങ്ങനെ ആൺമക്കൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരപ്പൻ, അങ്ങനെ പൊക്കിയെടുത്തു കൊണ്ടുവരുന്ന ഒരപ്പൻ, അവരോട് സ്ട്രിക്റ്റായിട്ട് നിലപാടെടുത്തുകൊണ്ട് തന്നെ അവരെ നല്ല ഉത്തരവാദിത്വം പഠിപ്പിക്കുന്ന ഒരപ്പൻ, ആ അപ്പൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ ആ ഭവനം ബലവത്താകും, ആ കുടുംബം ബലവത്താകും. എസെക്കിയേൽ 36:11 പറയുന്ന പോലെ, പഴയതിനെ കഴിഞ്ഞും ഉപരി നന്മ ഞാൻ നിനക്ക് തരും. പഴയതിനെ കഴിഞ്ഞും ഉപരി നന്മ ഞാൻ നിനക്ക് തരും. അത് ആ ഒരു അനുഗ്രഹം ലഭിച്ചാലാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, പപ്പ അങ്ങനെ ഈ ജീവിക്കുന്ന പപ്പ, അതായത് നല്ല സ്ട്രിക്റ്റായിട്ട് നമ്മളെ ജീവിപ്പിക്കുന്ന, നല്ല കടുംവെട്ടായിട്ട് തന്നെ നമ്മളെ കൊണ്ടുവരുന്ന ആ അപ്പൻ അവസാനം മരിക്കുന്ന സമയത്ത് ഈ ആമക്കളുടെ അടുത്ത് വരാനായിട്ട് ആഗ്രഹിക്കും. ആമക്കളുടെ സാന്നിധ്യം കിട്ടാനായിട്ട് അപ്പൻ ആഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ആഗ്രഹിച്ചിരുന്നു അപ്പൻ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ചെന്നു ഒരു മരിക്കുന്നതിൻ്റെ 2 ആഴ്ചയ്ക്ക് മുമ്പ് കണ്ട് നന്നായിട്ട് സംസാരിച്ചൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നു, ഞാനും വൈഫും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെയൊക്കെ ഒന്ന് ചിരിച്ചു. പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. ആൾ 10-15 വർഷമായിട്ട് കിടപ്പാണ്. 2 ആഴ്ചയായിട്ട് തീരെ ഡൗൺ ആയായിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനം മരണത്തോട് അടുക്കുന്ന ഒരു സമയം, അപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നായിരുന്നു, ഇന്ന സമയം കഴിഞ്ഞിട്ട് മരണം സംഭവിക്കും, അതുകൊണ്ട് എങ്ങും പോവരുതെന്നൊക്കെ. ഇതൊക്കെ ശരിക്കും ഈ ഔസേപ്പിതാവിനെ പോലെ തന്നെയാണ്. ഔസേപ്പിതാവ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മാലാഖ വന്നൊരു ദൂത് കൊടുക്കും, ഇന്നത് ചെയ്. ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലരിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കും. ഈ ദൂതന്മാർ സംസാരിക്കണത് പോലെ കറക്റ്റ് നമ്മളോട് പറഞ്ഞു തരും, ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും.
എന്നിട്ട് എന്നോട് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ചേട്ടൻ, സാധാരണ ഒരു കർഷകനാണ്. അതാ ദൈവം പറയുന്നില്ലേ, ഈ ദൈവിക രഹസ്യങ്ങളൊക്കെ, വെളിപാടുകളൊക്കെ ഈ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തെന്ന്. അപ്പോൾ ഒരു കർഷകനിലൂടെ കർത്താവ് പറയാണ്, ഇങ്ങനെ പറയാണ്, 3 മണി കഴിഞ്ഞ് നീ എങ്ങും പോയേക്കരുത്, അപ്പൻ്റെ അടുത്ത് തന്നെ കാണണം. 3 മണി കഴിഞ്ഞ് നീ എങ്ങും പോയേക്കരുത്. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ കണ്ണു തുറക്കും, നിന്നെ നോക്കും, കരയുമ്പോൾ നീ ആ കൈ കയറി പിടിക്കണം. നിന്നെ അനുഗ്രഹിക്കാതെ അപ്പം പോകത്തില്ല. അപ്പോൾ 3 മണി കഴിഞ്ഞ് ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ പപ്പാടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ രാവിലെ ഡോക്ടർ വന്ന് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല, വേണമെങ്കിൽ ICUയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റത്തില്ല, റൂമിനകത്താണ്, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കാം. പറഞ്ഞു റൂമിൽ മതി, നമുക്ക് പ്രാർത്ഥിച്ചൊക്കെ യാത്ര അയക്കാമല്ലോ. ഞങ്ങൾ നന്നായിട്ട് ഒരുങ്ങി. കാരണം ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാനയൊക്കെ കൈക്കൊണ്ട് നന്നായിട്ട് ഒരുങ്ങിയാണ് പോയത്. അതിനുശേഷം ഇങ്ങനെ 3 മണി കഴിഞ്ഞ് പയ്യെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ആക്സിഡൻ്റലി പുളിക്കൽ പിതാവ് കയറി വന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ വരാനൊരു ചാൻസും ഇല്ല, ആക്സിഡൻ്റലി കയറി വന്നാണ്. അപ്പോൾ പിതാവിൻ്റെ നല്ലൊരു ബ്ലെസ്സിങ് കിട്ടി. പപ്പ മരിക്കുന്ന 5:10 അപ്പോൾ 5 മണിക്ക് പിതാവിൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടുന്നു. അത് കഴിഞ്ഞപ്പോൾ പിതാവ് ഇറങ്ങിയപ്പോഴേ ഒരു നേഴ്സ് വന്നിട്ട് ഇങ്ങനെ പൾസ് എടുക്കാൻ എടുത്തിട്ട് ഇപ്പുറത്തെ കയ്യിലെടുത്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലാണ് നിന്നിരുന്നത്. അപ്പോൾ അപ്പുറത്തെ കയ്യിലേക്ക് എടുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പപ്പ കണ്ണ് തുറന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു ഓർത്തു, മരിക്കുന്നതിന് മുമ്പ് അപ്പം കണ്ണ് തുറന്ന് നിന്നെ നോക്കും, കരയാൻ തുടങ്ങും. അത്രയും സമയം ഇങ്ങനെ കണ്ണടഞ്ഞായിരുന്നത്, ആ കണ്ണിങ്ങനെ വലിച്ചു തുറന്നിട്ട് ഇങ്ങനെ കണ്ണീരൊഴുകാൻ തുടങ്ങിയിട്ട് കൃഷ്ണമണി ഇങ്ങനെ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങി. ചലിച്ച് നേരെ എൻ്റെ മുഖത്തോട്ട് വന്നങ്ങ് സ്റ്റോപ്പായി. അങ്ങനെ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചു. കാരണം അപ്പൻ്റെ ആക്സിഡൻ്റ് ആയിട്ട് അപ്പൻ്റെ കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് തളർന്നു പോയതാണ്. ഇപ്പോൾ 15 വർഷമായിട്ട് ആൾ തളർന്നു കിടക്കുകയാണ്. ആ സമയത്ത് ആ കയ്യിലേക്ക് കയറി പിടിച്ചപ്പോൾ കൈ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ വിറച്ച് എൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് ഹോൾഡ് ചെയ്തു, നന്നായിട്ട് ഇറുക്കെ പിടിച്ച് പതുക്കെ അങ്ങ് ലൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ അങ്ങ് മരിക്കുകയായിരുന്നു. ശരിക്കും അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം കറക്റ്റ് കർത്താവ് പറഞ്ഞു തരുക, നിന്നെ അനുഗ്രഹിക്കാതെ ദൈവം പോകത്തില്ല. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അതിനുശേഷം ഈ അടുത്ത നാളിൽ ഞാനും എൻ്റെ വൈഫും പിള്ളേരൊക്കെ ആയിട്ട് അമ്മയൊക്കെ ആയിട്ട് ഞങ്ങളൊരു ആത്മീയ പിതാവിൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. അവിടെ പിതാവിൻ്റെ അടുക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ കുർബാന ചൊല്ലുവാണ്. അപ്പോൾ കുർബാന സ്വീകരണത്തിൻ്റെ സമയമായപ്പോൾ എൻ്റെ ചെറുക്കൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ മോൻ എന്നോട് പറയുക, അപ്പാ എനിക്കൊരു സംശയം, ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അതെ, അപ്പം അപ്പം മരിക്കണ സമയത്ത് ഈ പിള്ളേരില്ല അടുത്ത്. കാരണം അവർ രാവിലെ വന്ന് കണ്ടിട്ട് അവരെ വീട്ടിലേക്ക് മാറ്റിയായിരുന്നു. ഞാനും അമ്മയും പെങ്ങളും മാത്രമേ, അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ആ സമയം ഇവൻ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പപ്പാന്നാണ് വിളിക്കുന്നത്, എൻ്റെ അപ്പായെ അവൻ അപ്പപ്പാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അപ്പാടെ കയ്യിൽ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചല്ലേ മരിച്ചത്? ഞാൻ പറഞ്ഞു, അതെ. എന്നാടാ? ഇതുപോലാണ് ഔസേ പിതാവും ഈശോയുടെ കൈ പിടിച്ച് മരിച്ചത്. പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ചോദിച്ചാൽ, അത് നീ എങ്ങനെ അറിഞ്ഞു? അത് നമ്മൾ അച്ഛൻ്റെ അടുത്ത് പോയില്ലേ, ഇപ്പോൾ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഞാനവിടെ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണടച്ചപ്പോൾ ഞാൻ ഈ സൈഡിൽ കാണുന്നത് അപ്പാടെ കയ്യിൽ അപ്പപ്പ ഇങ്ങനെ ഇറുക്കെ പിടിച്ചേക്കുക, അതിൻ്റെ നേരെ അപ്പുറത്ത് ഔസേപ്പിതാവ് ഇങ്ങനെ ഈശോയുടെ കയ്യിൽ ഇങ്ങനെ ഇറുക്കെ പിടിച്ചേക്കുക. ശരിക്കും എൻ്റെ അപ്പൻ്റെ പേരും ജോസഫ് എന്നായിരുന്നു. കാരണം ഞങ്ങൾ വേറൊരു സമുദായത്തിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച് വന്ന വ്യക്തികളാണ്. ഞങ്ങൾ അപ്പനും ജോസഫ് എന്നാണ് പേരിട്ടേക്കണത്. ശരിക്കും ഞാനിങ്ങനെ ഓർക്കുകയാണ്, ശരിക്കും ആത്മീയമായിട്ട് നയിക്കപ്പെടുന്ന വ്യക്തികൾ, ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഇറങ്ങിയ വ്യക്തികൾ, യേശുക്രിസ്തു ഏതൊക്കെ വഴിയിലൂടെ നടന്നു പോയേ അതിൻ്റെ പാരലായിട്ട് നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. ഒരു സിമിലാരിറ്റി ഉണ്ട് എപ്പോഴും. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം ഈ ഔസേപ്പിതാവ് കർത്താവിൻ്റെ കയ്യിൽ കിടന്ന് മരിച്ചത്. അതല്ലേ നൽമരണത്തിൻ്റെ മധ്യസ്ഥൻ എന്നൊക്കെ വിളിക്കണത് ഔസേപ്പിതാവിനെ. ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി. കാരണം ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹമേ. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒത്തിരി, എന്നിട്ട് ഞാനിങ്ങനെ ഈ മോർച്ചറിയിൽ നിന്നൊക്കെ ഇറക്കി പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആംബുലൻസ് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നിട്ട് അപ്പനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്ക് ഇന്നും മരിച്ചു എന്നൊരു ഫീലില്ല. കാരണം എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നൊരു ഫീല്. ഇങ്ങനെ അകന്നു പോയി എന്നൊരു വിഷമം എനിക്ക് ഒരിക്കലും ഉള്ളിലില്ല ശരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ മരിച്ച പപ്പ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ പപ്പായോട് ഇങ്ങനെ ആംബുലൻസ് വെച്ച് ഇതിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളൊരു വല്ലാത്തൊരു മനുഷ്യനാണ്, ഒരു വലിയൊരു സംഭവമാണ്, നിങ്ങൾ ഈശോയും കൂടി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ. പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറയുകയാണ്, എടാ ഞാൻ പണ്ടേ വലിയ സംഭവമാണ്, നിനക്കായിരുന്നല്ലോ അംഗീകരിക്കാൻ പറ്റാതിരുന്നത്.
ഞാൻ പണ്ടേ വലിയ സംഭവം, നിനക്കായിരുന്നല്ലോ അംഗീകരിക്കാൻ പറ്റാതിരുന്നത്. ഞാനപ്പോൾ ചോദിച്ചു, ഇതൊക്കെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ചെന്ന് നിന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എല്ലാം ശാന്തമായിട്ട്, ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ശാന്തതയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറേഞ്ച്ഡാണ്, പ്രീസെറ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ടൈം മാനേജിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെയാണ് കറക്റ്റ് പെർഫെക്റ്റ് ടൈമിൽ, പറഞ്ഞ ടൈമിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ അറിയാമെങ്കിൽ ഈ ഈ ഈ ഈ ഈ സ്ട്രിക്ട്നെസ്സും വഴക്കുണ്ടാക്കി ചെയ്യും, ഇറങ്ങിപ്പോക്കും, അവഗണനയും, മാറ്റി നിർത്തലും, ചീത്ത പറച്ചിലും, അകന്നിരിക്കലും, വെറുക്കലും, ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എടാ നീ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നീ മറികടക്കുന്നില്ലേ? മറികടക്കുന്നുണ്ട്. അതിന് നിനക്കൊരു മനോധൈര്യം കിട്ടിയിട്ടില്ലേ? ഉണ്ട്. അത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് നിനക്ക് കിട്ടിയത്. ഓരോ അപ്പന്മാരും ഇങ്ങനെയാടാ, ആൺകുഞ്ഞുങ്ങൾ ധൈര്യത്തോടു കൂടി ജീവിക്കണമെന്ന് ഓരോ അപ്പനും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഓരോ അപ്പനും ഈ കുഞ്ഞുങ്ങളോട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ സ്ട്രിക്ട്നെസ് പുലർത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ അപ്പന്മാരെ ആ ഒരു സ്ട്രിക്ട്നെസ് കണ്ടുകൊണ്ട് ഒരിക്കലും വെറുക്കാൻ പാടില്ല. ഞാനൊരു കാലത്ത് വെറുത്തിരുന്നു, ഒത്തിരി ചീത്ത പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ പിന്നീട് അതിനകത്ത് ദൈവം ഒരു വലിയൊരു ജ്ഞാനം മറച്ചു വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ നിമിഷത്തെയൊക്കെ ഓർത്ത് അനുദപിക്കാൻ തുടങ്ങി. ദൈവമേ, അതൊക്കെ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തി കൃപ തന്ന് വളർത്തിയ നിമിഷങ്ങളാണല്ലോ. ഇതുപോലാണ് ഔസേപ്പിതാവും ഈശോയെ വളർത്തിയെടുത്തത്. അതുകൊണ്ട് നമുക്ക് ആ വത്സല പിതാവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആ പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്, അല്ലേ? നമ്മൾ ആ തിരുനാളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ വത്സല പിതാവിൻ്റെ ആ ഒരു വളർത്തുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ. ഈ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, ജ്ഞാനത്തിൽ യേശുവിനെ വളർത്തിയെടുത്തതുപോലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനുള്ള ആ ഒരു വലിയൊരു കൃപ, ആ പിതാവിൽ നിറഞ്ഞ ആ ഒരു കൃപ നമുക്കും സ്വർഗം തരട്ടെ. ഔസേപ്പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ വത്സല താതാ, മറിയത്തിൻ്റെ പാലക, ഉണ്ണിയുടെ വളർത്തു പിതാവേ, നീ വളർത്തുന്നവനാണല്ലോ അല്ലേ? ജോർജ് എന്ന വാക്ക്, എൻ്റെ പേര് ജോർജ് എന്ന വാക്ക് നടുന്നവൻ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഈ നടുന്നത് മുഴുവൻ എൻ്റെ അപ്പ ഞാൻ നിൻ്റെ കയ്യിലോട്ട് തരുന്നു. നീയാണല്ലോ വളർത്തുന്നത്. നീ വളർത്തണമേ, നീ വളർത്തണം. അതിന് വലിയൊരു മരമാക്കി, നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാക്കി നീ മാറ്റണമേ. അതിനുള്ള ഒരു കൃപ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരട്ടെ. ഔസേപ്പിതാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, നമ്മളെ വഴി നടത്തട്ടെ. നമ്മുടെ ജോലി മേഖലകളിൽ, കുടുംബജീവിതത്തിലൊക്കെ ഔസേപ്പിതാവിൻ്റെ വലിയൊരു സാന്നിധ്യം നിറയട്ടെ. ഈശോ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഈശോ മറിയം ഔസേപ്പേ, അല്ലേ, ഞങ്ങൾക്കൊക്കെ നീ തുണയായിരിക്കണമേ. അല്ലെ, ഒരു മരിച്ചൊരു ആത്മാവിന് വേണ്ടി മാത്രമല്ല, ഈശോയും മറിയം ഔസേപ്പും ആ തിരുക്കുടുംബത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മളോടൊപ്പം നമ്മുടെ ജീവിതകാലത്ത് മുഴുവനും, നമ്മുടെ മരിക്കണ സമയത്തും നമ്മളോട് ഉണ്ടായിരിക്കട്ടെ. അതിന് സ്വർഗീയ പിതാവ് നമുക്ക് വലിയൊരു അനുഗ്രഹം തരട്ടെ. ആമേൻ.